ഹലോ എവ്രിവൺ, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ക്ലൈമറ്റ് നോക്കുമ്പോൾ ഒരു 14 ഡിഗ്രി 12 to 14 ഡിഗ്രിയാണ് പുറത്ത്. അപ്പോൾ ഞങ്ങൾ ഓർത്തൊന്ന് വെറുതെ പുറത്തൊക്കെ നടക്കാം കുറച്ച്. അപ്പോൾ അവന് സൈക്കിൾ വേണം, സൈക്കിളുമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റമാണ്, മലയാണ് അങ്ങോട്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്ന്. പക്ഷെ അവൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞാൻ ചവിട്ടിക്കോളാം എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നോക്ക്, ദൂരെ നോക്കാം, ആ മല എന്താ ഭംഗി അത് കാണാൻ. ഇപ്പോൾ ഓട്ടം സീസണും കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഇത് ഒരു വീടിൻ്റെ പുറകുവശമാണ്, നിറയെ മരങ്ങൾ കാട് പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ വീടുകൾക്ക് ബാക്കിൽ കുറച്ച് സ്ഥലങ്ങൾ, ഇപ്പോഴല്ലേ അടുത്തടുത്ത് വീടുകളായത്. നല്ല ഭംഗി, കിളികൾ, എന്തൊക്കെയോ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. നിറയെ മുളകളാണെന്ന് തോന്നുന്നു, അതുപോലത്തെ കുറേ മരങ്ങൾ, കുറേ കിളികളുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയുടെ ഫ്രണ്ടിലൊരു വെൻഡിങ് മെഷീൻ ഉണ്ട്. ഇവിടെ എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഫാക്ടറിയുടെയൊക്കെ ഫ്രണ്ടിൽ വെൻഡിങ് മെഷീൻസ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇതെല്ലാം കൃഷിയിടങ്ങളാണ്. അതായത് ഉള്ളിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ എന്നാ പറയുക, നെൽപ്പാടങ്ങളായിരുന്നു. ഇപ്പോൾ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പാടങ്ങൾ വെറുതെ കിടക്കുകയാണ്. ഇത് സ്ട്രോബെറി കൃഷി. ഇനിയിപ്പം മഞ്ഞുകാലമൊക്കെ ആകുമ്പോഴത്തേക്കും നിറയെ സ്ട്രോബെറി കൃഷി ഉണ്ടാവും. അതിനുള്ളവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിനൊക്കെ ഉള്ള വെള്ളമാണ് ഇത് ഇങ്ങനെ നല്ല ഫ്രഷ് വാട്ടറാണ്. ഇതിൽ അഴുക്കോ ചെളിയോ അങ്ങനെ നമ്മുടെ ഓട പോലൊന്നുമല്ല, നല്ല ഫ്രഷ് വാട്ടർ. ഈ കാണുന്നത് ഈ നാട്ടിലെ ശവകുടീരമാണ്. അത് ഓരോ ഫാമിലിയുടെ ആയിരിക്കും. അപ്പം അത് അവരുടെ പറമ്പിൽ അവരിങ്ങനെ തിരിച്ചിട്ട് അവർ അവിടെ വന്ന് പ്രാർത്ഥിക്കും. വർഷത്തിൽ ആ ഓർമ്മ ദിവസങ്ങളിലൊക്കെ അവരവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം. പൂച്ചെണ്ടുകളൊക്കെ കൊണ്ടുവെക്കും. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് അവിടെ ഒരു വലിയൊരു മരം നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് കാക്കി എന്ന് പറയുന്നത്. ഞാനിവിടെ വന്നിട്ടാണ് കാണുന്നത്. അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊന്ന് പോയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഈ പാടത്തിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടന്നു പോയതാണ് കാക്കി ഫ്രൂട്ട്. ഇവിടെയുള്ള ആൾക്കാർ നമ്മൾ എത്ര കിളികൾ തിന്നുകൊണ്ട് പോകുന്നതെന്നല്ലാണ്ട് വേറൊരാൾ വന്നിട്ട് മറ്റുള്ളവരുടെ പറമ്പിൽ കയറി പറിക്കുകയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങളും ഒന്നും ചെയ്തില്ല. ഞാൻ അവനോട് പറയുമായിരുന്നു ഒന്നും ചെയ്യണ്ട. ഇതൊരു ജാപ്പനീസ് ട്രഡീഷണൽ വീടാണ്. എന്താ ഭംഗിയല്ലേ കാണാൻ. അതിൻ്റെ മുറ്റത്തൊരു അമ്മൂമ്മയെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. അങ്ങനെ ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇങ്ങനെ കൃഷിയിടങ്ങളൊക്കെ കണ്ട് ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. വീണ്ടും